സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ വേണ്ടി പോകുന്ന GTA Vice City ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, കാനൽ എന്നാണ് പേര്. നിങ്ങൾ മറ്റേ ഫസ്റ്റ് മിഷീനില്ലേ ദ പാർട്ടി പറഞ്ഞിട്ട്, അപ്പോൾ ആ മിഷീനിൽ വന്നിട്ട് നമ്മൾ കാനലിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ നമ്മളിനെ ഇന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം, കാനലിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. ഓക്കെ, എന്തായാലും നമ്മൾക്ക് അവിടെ പോയിട്ട് എന്തായാലും അവിടെ എത്തിയിട്ട് നമ്മൾക്ക് കാണാം ഗൈസ്. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ഷെയർ സബ് എല്ലാം ചെയ്ത് വെച്ചോ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കണം, നല്ല ഫാസ്റ്റിൽ ഓടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. എന്താ സൺഷൈനില്ലേ, എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയുണ്ട്. ഇവിടെ നമ്മളുടെ ക്യാനിൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, കൊഞ്ചുകറിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ടോമി യൂണിവേഴ്സിറ്റിക്ക് വേണ്ട പറഞ്ഞു കൊഞ്ചുകറി, എന്താണെന്നൊന്നും എനിക്കറിയില്ല. മര്യാദ കാണിക്കാനോ അതോ അല്ലെങ്കിൽ അത് ഇഷ്ടമല്ലാത്ത കാരണമൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ കാനലിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് കാനലിനെ ചതിച്ചു. അപ്പോൾ ഈ കാനലിൻ്റെ അത്രയും ഒരു ഡീപ്പ് ഫ്രണ്ടായിരുന്നു, അത് കാരണം കാനലിന് കൊല്ലാൻ വയ്യ. അപ്പോൾ അതൊരു കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മളുടെ അടുത്ത് കാനലിൻ്റെ റിവെഞ്ച് നമ്മൾ വേണം തീർക്കാൻ. അപ്പോൾ നമ്മളുടെ അടുത്താണ് കാനൽ നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെയിൻസ് വെച്ച് കൊല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ വെട്ടി അരിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വെട്ടി അരിഞ്ഞു നോക്കാം. അപ്പോൾ നമ്മൾക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. എന്തായാലും അവിടെ എത്തിയിട്ട് നമ്മൾക്ക് കാണാം ഗൈസ്. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്ത് വെച്ചോ. നമ്മൾ GTA Vice City ചീറ്റ് കോഡ്സിനെ കുറിച്ചൊക്കെ പറയും ഗൈസ്. എല്ലാ മിഷനും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ GTA Vice Cityയിൽ ചീറ്റ് കോഡ്സിനെ കുറിച്ചൊക്കെ പറയും. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കാനലിനെ ചതിച്ചായി ഫ്രണ്ട് നിൽക്കുന്നുണ്ട്. ഓറഞ്ച് കളർ ടീഷർട്ട് ഇട്ടവനാണ് കാനലിനെ ചതിച്ചത്. അപ്പോൾ ഈ കാനലിനെ ചതിച്ചതിൻ്റെ കൂടെ 2 ബോഡി ഗാർഡ്സ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാനൽ നമ്മുടെ ചെയിൻസ് കണ്ടതും പേടിച്ച് ഓടിപ്പോയി. അപ്പോൾ ഈ കാനലിന് 2 ബോഡി ഗാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവനെ കൊല്ലാം. ഓക്കെ ഗൈസ്, അങ്ങനെ അവൻ വെളിയിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവൻ വെളിയിൽ നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾക്കും വെളിയിലേക്ക് ഓടിയും കണ്ട് പോയിട്ട് അവനെ കൊല്ലാം പെട്ടെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അവൻ്റെ ബോഡി ഗാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ബോഡി ഗാർഡിനെ കൊല്ലാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ബോഡി ഗാർഡിനെ കൊന്നുണ്ട്. ഇനി അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം തന്നെ എല്ലാം ലൈക്ക് ഷെയർ സബും ചെയ്തു. പിന്നെ അവൻ ഇത്തിരി ദൂരെ ആയതുകൊണ്ട് നമ്മൾ ഗണ്ണ് വെച്ച് കൊന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഇത്തിരി ചെയിൻസ് വെച്ചിട്ട് അവനെ മുറിച്ച് എടുക്കുകയും ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ചെയിൻസ് വെച്ച് അവനെ മുറിച്ചെടുത്തുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോഴേക്കും പോലീസുകാർ വന്നു. എങ്ങനെയോ പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഗൈസ്. സത്യം പറയാലോ, ഈ ദൃശ്യം 3 സിനിമയ്ക്കകത്ത് മോഹൻലാലിൻ്റെ അടുത്ത് ഒരാൾ പറയുന്ന മാതിരി എന്തൊരു ഭാഗ്യം കാരണവും നമ്മൾ രക്ഷപ്പെട്ടത് പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന്, ഭാഗ്യ സമയം കാരണം. അപ്പോൾ എങ്ങനെയോ നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. അങ്ങനെ നമ്മുടെ ഈ മിഷനും പാസ്സായി. ഇനി അടുത്ത മിഷൻ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്. പിന്നെ ഗൈസ്, എല്ലാ മിഷനും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചീറ്റ് കോഡുകളിനെ കുറിച്ചൊക്കെ പറയും ഗൈസ്. ഇപ്പം തന്നെ ലൈക്ക് ഷെയർ സബും ചെയ്ത് വെച്ചോ. അപ്പോൾ നമ്മൾക്ക് ചീറ്റ് കോഡ് വരുന്ന സമയത്ത് നമ്മൾക്ക് ഈസി ആയിട്ട് സുഖമായിട്ട് ഇരുന്ന് കാണാം. നോട്ടിഫിക്കേഷനും അപ്പോൾ വരും. സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷനും വരും ഗൈസ്. ഈ നമ്മൾ ഈ GTA Vice Cityയിൽ ചീറ്റ് കോഡ്സിനെ കുറിച്ചിട്ടും GTA 6നെ കുറിച്ചിട്ട് അപ്ഡേറ്റുകളൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്തതും അങ്ങനെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.